മകരവിളക്കിനൊരുങ്ങി ശബരിമല. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ ശബരിമല സന്നിധാനത്ത് നടന്നു. മകരസംക്രമ പൂജ നാളെ നടക്കും. തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര വൈകിട്ട് 6 മണിക്ക് ശരംകുത്തിയിൽ എത്തിച്ചേരും. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകളെല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മകരവിളക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതെല്ലാം സ്ഥലങ്ങളിൽ മകരവിളക്ക് കാണാൻ കഴിയുമോ ആ സ്ഥലങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നെത്തിയ വ്യത്യസ്ത ഭാഷകളുള്ള തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. ശുദ്ധിക്രിയകൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പൂർത്തിയായത്. നാളെ രാവിലെ 2:15 നട തുറക്കും. തുടർന്ന് സംക്രമ പൂജയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങും. 2:46 സംക്രമാഭിഷേകം. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ചാണ് സംക്രമ അഭിഷേകം നടത്തുക. അതോടുകൂടി മകരവിളക്കിനോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങും പൂർത്തിയാകും. വൈകുന്നേരം തിരുവാഭരണ ഘോഷയാത്ര 5:30 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ വെച്ച് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് നൽകുക. ദേവസ്വം ബോർഡ് അധികൃതരും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സ്വീകരിച്ച് ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരും. തിരുവാഭരണങ്ങൾ 18ാം പടി കയറി മുകളിലെത്തുമ്പോഴേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും അടങ്ങുന്നവർ സ്വീകരിക്കും. പിന്നീട് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുകയും ചെയ്യും. നിലവിൽ ശബരിമല സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. നിലയ്ക്കലിൽ നിന്നും നാളെ രാവിലെ 9:30 ശേഷം തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. 10:00 ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഇത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കാരണം തീർത്ഥാടകരുടെ എണ്ണം കൂടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു തീരുമാനം. മകരവിളക്ക് കഴിഞ്ഞ് തീർത്ഥാടകർ ഇറങ്ങുന്നതനുസരിച്ചായിരിക്കും പിന്നീട് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. നിലവിൽ തീർത്ഥാടകർക്ക് മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ സന്നിധാനത്ത് 10 സ്ഥലങ്ങളിലാണ് മകരവിളക്ക് കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ കുടിവെള്ളവും ലഘുഭക്ഷണവും എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മാത്രവുമല്ല, പ്രത്യേകിച്ചും പാണ്ടിത്താവളത്തിലാണ്, അതായത് ശബരിമല സന്നിധാനത്തിന് സമീപത്തുള്ള പാണ്ടിത്താവളത്തിലാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മകരവിളക്ക് കാണുന്നതിനും തൊഴുന്നതിനും വേണ്ടി ഒത്തുചേരാറുള്ളത്. ആ സ്ഥലത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അതുകൂടാതെ തന്നെ അയ്യപ്പ ഭക്തർക്ക് അവിടെ രാവിലെയും വൈകിട്ടുമെല്ലാം തന്നെ ഭക്ഷണം നൽകുന്നുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.